അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പലപ്പോഴും പല സംശയങ്ങളും ഉണ്ടാകും. സ്വാഭാവികമാണത്. മതപരമായി കാഴ്ചപ്പാടുള്ളവർക്കും അത് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്കും മതപരമായിട്ടുള്ള സംശയങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ളവർക്ക് അങ്ങനെയും ഭൗതിക താല്പര്യമുള്ളവർക്ക് ആ രൂപത്തിലും ബിസിനസ് ചിന്തയുള്ളവർക്ക് അതിലൂടെയും ചർച്ചകൾ നടക്കാം. ചർച്ചകൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. പക്ഷേ മതകാര്യങ്ങൾ മതവിഷയത്തിൽ വിവരമില്ലാത്തവർ സംസാരിക്കുന്നത് നല്ലതല്ല. അത് മതത്തിൻ്റെ ആളുകൾ തന്നെ പറയണം. അതിനാണ് മതം പഠിച്ചതും മതം പഠിപ്പിക്കുന്നതും അതിനുള്ള സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടത്തുന്നതും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു സംശയം ഒരു സുഹൃത്ത് ചോദിച്ചു. എന്താണ് സംശയം? അദ്ദേഹത്തിൻ്റെ സംശയം എങ്ങനെയാണ്? ഭാര്യയുടെ മുലപ്പാല് ഭർത്താവിന് കുടിക്കൽ അനുവദീയമാകുമോ എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, അങ്ങനെ കുടിച്ചാൽ ഭർത്താവ് കുട്ടിയുടെ സ്ഥാനത്താണോ? മുലകുടി ബന്ധം എന്നുള്ള ഒരു പരിഗണനയിലൂടെ കുട്ടിയുടെ സ്ഥാനത്താണോ എന്നും കൂടെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഇവിടെ ഞാൻ പറയുകയാണ്, മുലകുടി ബന്ധത്തിലൂടെ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു മകൻ സ്ഥിരപ്പെടണമെങ്കിലുള്ള ഡിമാൻഡുകൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തരാം. രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് മുല കുടിക്കണം. ഏതായാലും ഭർത്താവാകുമ്പോൾ 2 വയസ്സൊക്കെ കഴിയുമല്ലോ. ഒരുപാട് വയസ്സുണ്ടായിട്ടില്ലേ, 25 അല്ലെങ്കിൽ 20 വയസ്സൊക്കെ ആയിട്ടല്ലേ എന്തായാലും വിവാഹം കഴിക്കുക. രണ്ടാമത്തെ ഡിമാൻഡ് 5 പ്രാവശ്യം കുട്ടി കുടിച്ചുകൊണ്ടിരിക്കണം. ഈ 2 ഡിമാൻഡുകൾ പരിഗണിക്കൽ അത്യാവശ്യമാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഇല്ലാതെ ഒരു മുലകുടി ബന്ധവും സ്ഥിരപ്പെടുകയില്ല. നേരത്തെ ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി, ഭർത്താവിനിക്ക് ഭാര്യയുടെ മുലപ്പാല് കുടിക്കൽ അനുവദീയമാണ്. അനുവദിയും ഹറാമ് എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അഥവാ ഒരു കാര്യം ഹറാമ് അല്ലെങ്കിൽ അനുവദീയം, പറ്റുന്നത് പറ്റാത്തത്. അപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, കുടിക്കാൻ പറ്റും എന്നുള്ളത്. അതിൻ്റെ മറ്റ് വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.